നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി ജയരാജൻ ഇന്ന് രാവിലെ ഒരു വാർത്താ സമ്മേളനം നടത്തിയത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. കൃത്യമായി പലർക്കെതിരെയും പ്രധാനമായും 24 ന്യൂസ് ചാനലിനെതിരെ കേസ് എടുക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം തള്ളി ഇടതുമുന്നണി കൺവീനർ പി ജയരാജൻ. രാജീവ് ചന്ദ്രശേഖറിനെ അടുത്ത് കണ്ടിട്ടില്ല, പടത്തിൽ കണ്ടത് മാത്രമേ ഉള്ളൂ, ഫോണിലും സംസാരിച്ചിട്ടില്ല, തനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ സതീശന് കൊടുക്കാൻ തയ്യാറാണെന്നുമായിരുന്നു പിയുടെ വെല്ലുവിളി. മുദ്രപേപ്പറുമായി വന്നാൽ സതീശന് എല്ലാം എഴുതി കൊടുക്കാമെന്നും ഭാര്യയ്ക്ക് വൈദേകം റിസോർട്ടിൽ ഷെയർ ഉണ്ട്, എന്നാൽ ബിസിനസ് ഒന്നുമില്ല, തന്റെ ഭാര്യയുടെ പേരിലുള്ള ബിസിനസ് സതീശന്റെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു. രാജീവ് ചന്ദ്രശേഖറും വൈദേകവും തമ്മിൽ ബന്ധമില്ല, നിയമപരമായാണ് നീങ്ങിയിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം 24 ന്യൂസിനെതിരെയും സൈബർ ക്രിമിനൽ കേസുകൾ നൽകും, വിദേശത്തേക്ക് കോടികളുടെ ബിസിനസ് ഉണ്ടെന്നും വാർത്ത നൽകി. ഇത് പണം കൊടുത്ത് ചെയ്യിപ്പിച്ച വാർത്തയാണ്. DGPക്ക് പരാതി നൽകുകയും ചെയ്തു, അതിൽ നടപടി വരാൻ പോവുകയാണ്. കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെയും അവർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും പി ജയരാജൻ പറഞ്ഞു. BJP സ്ഥാനാർത്ഥികൾ മികച്ചത് എന്ന് പറഞ്ഞത് ജാഗ്രത വേണമെന്ന സന്ദേശം നൽകാനാണ്. കേന്ദ്രമന്ത്രിമാരെ BJP കേരളത്തിൽ മത്സരിപ്പിക്കുന്നത് ഇമേജ് കൂട്ടാനാണ്. തോൽക്കാൻ BJP സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തുമോ എന്നും അറിയില്ല, അവർ എല്ലാ വഴിയും നോക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മത്സരം ആരൊക്കെ തമ്മിലെന്ന് പിണറായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ചയിലാണ് അദ്ദേഹം BJP സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്നും മത്സരം BJPയും CPMും തമ്മിലാണെന്നും കോൺഗ്രസ് ഒരു പോരാളിയല്ല എന്നും BJPയും CPMും തമ്മിലാണ് മത്സരമെന്നും അദ്ദേഹം പറഞ്ഞത്. മികച്ച നേതാക്കളെയാണ് വെച്ചേക്കുന്നത്. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖറും അതൊരു മികച്ച സ്ഥാനാർത്ഥി തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും പലയിടങ്ങളിലെയും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം നടക്കും. അത് BJPയും CPMും തമ്മിലായിരുന്നു എന്നാണ് പി പറഞ്ഞത്. എന്നാൽ അതിനെതിരെ അദ്ദേഹത്തിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ട് MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം ഇന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് കൂടുതൽ വ്യക്തമാക്കുന്നത്. ആരൊക്കെ തമ്മിലാണ് മത്സരം എന്നത് പിണറായി തന്നെ പറഞ്ഞതാണ്, അതേ വഴിയിലേക്ക് തന്നെയാണ് താനും പോകുന്നത് എന്ന് വ്യക്തമാക്കുന്നു. എന്തായാലും 24 ന്യൂസ് ചാനലിനെതിരെ സൈബർ അറ്റാക്കിന് കേസ് കൊടുക്കാൻ അദ്ദേഹം തയ്യാറാവുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. 24ന്റെ വിശദീകരണം അല്പസമയത്തിനകം പുറത്തുവരുമെന്ന് വ്യക്തമാണ്.